കുഞ്ഞിപ്പെണ്ണേ ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് കേട്ടോ പോയത്. വേറെ ഒന്നുമല്ല, പതിവ് പോലെ തന്നെ ഇന്ന് ഞാൻ എണീറ്റപ്പോൾ വൈകിട്ട് 8 മണിക്കാണ് എണീറ്റത്. 8:30 ഓഫീസിൽ പോകണം. ഓഫീസിൽ പോകുമ്പോൾ ചോറും കറിയും എല്ലാം കൊണ്ടുപോകണം കേട്ടോ. വേഗം തന്നെ ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോഴത്തേനും തേങ്ങ എല്ലാം ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്തിരിപ്പുണ്ടായിരുന്നു. മീനെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പാൻ വെച്ചിട്ട് തേങ്ങ വറക്കാൻ വേണ്ടി വെച്ച് കയറിയാണ്. അപ്പോൾ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. സാധാരണ ഇവിടെ തേങ്ങ അരച്ച് തന്നെയാണ് വെക്കാറ്. വറുത്തരച്ച് വെക്കൽ വളരെ കുറവാണ് കേട്ടോ. അതിനിടയിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കടലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം പണികളൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കറി വെക്കാം, മീൻ ഫ്രൈ ചെയ്യുക, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുഞ്ഞിപ്പെണ്ണ എണീക്കുന്നതിന് മുമ്പ് വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങക്കാട് വറക്കാൻ വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചേക്കാൻ കേട്ടോ. പിന്നെ വേറൊരു ചട്ടി എടുത്ത് കുടംപുളിയെല്ലാം കഴുകി അതിലേക്ക് ഇട്ടിട്ട് അപ്പോഴത്തേനും നമ്മുടെ കഞ്ഞി തിളക്കുന്നു. അപ്പോഴത്തേനും ഉമ്മ ഓടി വന്നിട്ട് പിന്നെ കഞ്ഞിയൊക്കെ വടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ തേങ്ങ ഏകദേശം വറന്നിട്ടുണ്ട്. എനിക്ക് വറുത്തടിച്ച് വെക്കുമ്പോൾ എൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോട്ടോ. ഒന്നാമത്തെ കാര്യം എനിക്ക് ഒന്നിനും ഇങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ, എന്തോരം പൊടി ഇടണം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതുകൊണ്ട് വറുത്തടിച്ച് വെക്കൽ ഞാൻ വളരെ കുറവാണ് കേട്ടോ, പ്രത്യേകിച്ച് മീൻ കറി വെക്കുമ്പോൾ. പിന്നെ ഉമ്മച്ച് വന്നിട്ട് കറിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒതുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് മുളകും തക്കാളിയും എല്ലാം ഇട്ടിട്ട് നമ്മുടെ തേങ്ങയും കൂടി അരിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. ഇനി തിളച്ചിട്ട് വേണം മീൻ ഇടാനായിട്ട്. അപ്പോഴത്തേനും മിക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് പിന്നെ എൻ്റെ അടുക്കളയിൽ ഒതുക്കലും പറക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേഗം അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ പടി ഏകദേശം കഴിയുമല്ലോ. അതിനിടയിൽ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അവിടുന്ന് മീൻ ഫ്രൈ ആക്കുമ്പോഴത്തേനും മിക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റെഡിയായി വരുമ്പോഴത്തേനും എല്ലാം സെറ്റ് ആവുമല്ലോ. കുഞ്ഞിപ്പെണ്ണ് എണീറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ചീനക്കൊക്കെ കേൾക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഇതൊക്കെ തിളച്ചപ്പോൾ മീൻ ഇടാൻ കേട്ടോ. തീ ഏറ്റവും കൂട്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടാണോ എന്ന് അറിയില്ല, മീൻകറിയിലെ വെള്ളം കുറച്ച് കൂടിപ്പോയിട്ട് ഇനി അത് വറ്റാൻ വേണ്ടി നിൽക്കണം. അല്ലെങ്കിൽ നേരില്ലാത്ത സമയത്ത് ഇങ്ങനെയാണല്ലോ, എന്തെങ്കിലും കൂടിയും കുറഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇന്ന് തന്നെ മീൻകറിയുടെ വെള്ളം കൂടിപ്പോയിട്ട് എനിക്കാണ് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന കറി ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അത് മൊത്തം ഇനി നമുക്കിന്ന് വറ്റിക്കണം. അപ്പോൾ എന്തായാലും തീ കൂട്ടിയിടാമെന്ന് വിചാരിച്ച് അങ്ങനെ തീ കൂട്ടിയിട്ടിട്ട് മീൻകറി അങ്ങനെ വെച്ചപ്പോഴത്തേനും മീൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ വേഗം കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോഴത്തേനും കുഞ്ഞിപ്പെണ്ണ് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മയുടെ കയ്യിൽ കുറച്ച് നേരം ഇരുന്നിട്ടാണ് കേട്ടോ എൻ്റെ കയ്യിലേക്ക് വന്നത്. എനിക്കാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് എണീക്കുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ വായിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഒരു ബിസ്ക്കറ്റും കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബിസ്ക്കറ്റ് 2 കടി കടിച്ചു, അപ്പോഴത്തേനും അത് താഴത്തേക്ക് കിട്ടും. അങ്ങനെ കുറച്ച് നേരം അടപ്പോയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിപ്പെണ്ണ് പോയിരുന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ബേബീനെ ഭയങ്കര അവ കൊടുക്കലും കെട്ടിപ്പിടിക്കലും വാവാവ കാട്ടലാണ് കേട്ടോ. അങ്ങനെ ഇക്കാക്കെല്ലാം റെഡിയായി ചോറൊക്കെ കൊടുത്ത് സെറ്റ് ആയപ്പോഴാണ്ടത് ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. മഴ മാറാൻ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, ഓഫീസിലെത്തണ്ടേ. അങ്ങനെ ഇക്കാക്കത്തെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പോവാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ പപ്പ എന്താ ചെയ്യണമെന്ന് നോക്കി നിൽക്കാൻ കേട്ടോ. ഇന്ന് എന്നെ ബൈക്കിൽ റൗണ്ട് കൊണ്ടുപോവോ ഇല്ലേന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന് പിന്നെ അറിയാലോ മഴയാണ്, പപ്പാക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നിതാപ്പിയാണെങ്കിൽ മഴയത്ത് പൊതിച്ച് മുടിക്കിടുന്ന നല്ല ഉറക്കമാണ്. എനിക്കൊക്കെ പോയിട്ട് വേണം കുഞ്ഞിപ്പെണ്ണിനും കുളിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾക്ക് പിന്നെയും കിടന്നുറക്കും. അപ്പോൾ വീഡിയോ